നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ തവണത്തെ ഒരു ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതിൽ ഭഗവാൻ നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ലതെല്ലാം നമുക്ക് തരുന്നത് ഭഗവാനാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും കഷ്ടപ്പാടോ ദുരിതങ്ങളോ എല്ലാം വരുന്നതും എവിടേക്കോ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഒന്നുകൂടി സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തിനാണ് അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളോ കഷ്ടങ്ങളോ നമുക്ക് തരുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു പോയിന്റ്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പോയിന്റായിട്ട് എനിക്ക് ഇന്ന് എടുത്തു പറയാൻ വേണ്ടി ഒരു കഥ കൂടി ഞാനിന്നിവിടെ പറയാണ്. ഒരു കഥയായിട്ട് ഞാനിവിടെ പറയാണ്. ഒരിക്കൽ നാരദരും ശ്രീകൃഷ്ണനും കൂടി ഭൂമിയിലേക്ക് വന്നു. അവർ ഭൂമിയിൽ വന്ന് അവരുടെ ഭക്തന്മാരെയൊക്കെ കാണാൻ ആണ് കൃഷ്ണൻ വന്നത്. അപ്പോൾ നാരദ മുനിയും കൂടെ കൂട്ടി അവരാദ്യം പോയത് ഒരു വലിയ ധനികനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോയത്. ഒരു വ്യാപാരി, അയാളുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നല്ല വലിയൊരു വീടാണ്, അവർക്കൊരു എല്ലാം ഉണ്ട്, എല്ലാ സ്വത്തും പണവും വലിയ വീടും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഇവർ വേഷം മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. നാരദരും കൃഷ്ണനും വേഷം മാറി ഒരു സാധാ ബ്രാഹ്മണരെ പോലെ യാചിക്കുന്ന ആൾക്കാരെ പോലെ വന്നു, യാചകരെ പോലെ വന്നു. അവരവിടെ പോയി ഒരു വീട്ടിൽ, ഈ ധനികൻ്റെ വീട്ടിൽ പോയി വാതിൽ മുട്ടി. അവിടെ വാതിലിൻ്റെ മുമ്പിൽ പോയി നിന്ന് ഇവർ യാചിച്ചു, ഭക്ഷണം യാചിച്ചു. ഒരല്പം ഭക്ഷണമോ അല്ലെങ്കിൽ കുറച്ച് പണമോ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് അവർ യാചിച്ചു. ഈ ധനികനായ വ്യക്തി അയാളുടെ വേലക്കാർ അവരൊക്കെ ഉണ്ട്. അവർ അകത്ത് പോയിട്ട് അവർ പറഞ്ഞു, ഇതങ്ങനെ രണ്ട് മുനിമാർ വന്ന് നിൽക്കുന്നുണ്ട്, രണ്ട് മുനി പോലത്തെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്, യാചകർ വന്ന് നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നു എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുന്നു, ഭിക്ഷ യാചിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ധനികനായ വ്യക്തി, അയാൾക്കെല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അയാൾ പറഞ്ഞു, ഇവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഇവരെന്തിനാണ് ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെയാണോ യാചിക്കുന്നത്? എന്തിനാണ്? വേറെ എവിടെയെങ്കിലും പോയി യാചിക്കാൻ പറയൂ എന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് പറഞ്ഞയച്ചു. അപ്പോൾ കൃഷ്ണനും നാരദരും കൂടെ അവിടുന്ന് നടക്കാൻ തുടങ്ങി. അപ്പം നാരദർ പറഞ്ഞു, ഭഗവാനെ, ഇയാളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, എന്നിട്ടും നിങ്ങൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്തനാണ്, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കുന്നത്? ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ശാപം കൊടുക്കൂ എന്ന് പറഞ്ഞു. നാരദർ കൃഷ്ണനോട് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞു? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എപ്പോഴും ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖം. എല്ലാം കണ്ട് എല്ലാം മനസ്സിലാക്കി എല്ലാം അറിയുന്ന ആ ഒരു പുഞ്ചിരി, അല്ലേ? ആ ഒരു പുഞ്ചിരിയോടെ കണ്ണൻ പറഞ്ഞു, അയാളുടെ സ്വത്തും സമ്പത്തും എല്ലാം ഇനിയും കൂടട്ടെ, അയാൾക്ക് ഇനിയും അധികം ഉയർച്ചയുണ്ടാവട്ടെ, അയാൾക്ക് ഒരുപാട് പണവും സ്വത്തും അയാൾക്ക് വേണ്ടതെല്ലാം ഇനിയും കിട്ടട്ടെ എന്ന് ഒരു അനുഗ്രഹം കൊടുത്തു. അപ്പം നാരദരാകെ ഷോക്കായി. നാരദർ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനൊരു അനുഗ്രഹം? അയാൾ നമ്മളെ നിന്ദിച്ചു, അയാൾ നമ്മൾക്കൊന്നും പുച്ഛിച്ചു, അയാൾക്ക് ഒരു കരുണ എന്ന് പറയുന്ന ഒരു ഇതില്ല, എന്നിട്ടും പിന്നെന്തിനാണ് അയാൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തത് എന്ന് ചോദിച്ചു. കണ്ണനൊന്നും മിണ്ടിയില്ല. കണ്ണൻ മുന്നോട്ട് നടന്നു, നാരദരും പിന്നാലെ പോയി. അവർ കുറച്ചു ദൂരം പോയ ശേഷം വേറൊരു കുടിലിൻ്റെ അടുത്തെത്തി. ചെറിയൊരു കുടിലാണ്. അതിൻ്റെ അടുത്തൊരു വയസ്സായ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു പശുവുണ്ട് ആ വീട്ടിൽ, അത് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. ഒരു ചെറിയൊരു വീടും ആ ഒരു വയസ്സായ ഒരു സ്ത്രീയും ഉണ്ട്, അവരുടെ ഒരു പശുവുണ്ട്. അപ്പോൾ ഇവർ ആ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തി, നാരദരും കൃഷ്ണനും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇവർ അതേപോലെ തന്നെ ധനികൻ്റെ വീട്ടിലാണ് ചോദിച്ചാൽ അതേപോലെ തന്നെ എന്തെങ്കിലും തരുമോ, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണമോ എന്തെങ്കിലും തരുമോ ഞങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ വേഗം പുറത്തേക്ക് വന്നു. ഇവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. മുനിമാരെ പോലെയുള്ളവർ ഭിക്ഷ യാചിച്ച് വന്നതാണെങ്കിലും മുനിമാരായിട്ട് വന്നിട്ടുണ്ട്. അവർ വലിയ സന്തോഷമായി. അവർ വേഗം അവരെ സ്വീകരിച്ചിരുത്തി, ഇരിക്കൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു, ഇരുത്തി. അവരെ വേഗം ഓടിപ്പോയിട്ട് അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, ആ വീട്ടിലും അങ്ങനെ സാധനങ്ങളായിട്ടോ ഇതോ ഒന്നുമില്ല. അവർക്ക് ആകെ ഉള്ളത് ആ പശുവാണ്. അവർ വേഗം പോയി പശുവിനെ കറന്ന് അതിൽ നിന്ന് പശുവിൻ്റെ കുറച്ച് പാല് കൊണ്ടുവന്ന് ആ പാലെടുത്ത് ഇവർക്ക് ചൂടാക്കി പാലെടുത്ത് ഇവർക്ക് കൊടുത്തു. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് കൊടുത്തു, നാരദർക്കും കൃഷ്ണനും. അപ്പോൾ കൃഷ്ണനും നാരദരും പാലൊക്കെ കുടിച്ചു, വളരെ സന്തോഷമായി.
അവർ അവിടുന്ന് സന്തോഷത്തോടെ ആ സ്ത്രീ പറഞ്ഞു, എനിക്കിതേ തരാനുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ, എനിക്ക് ആകെ ഉള്ളത് എൻ്റെ ഈ ഒരു പശുവാണ്, ആ പശുവിൻ്റെ പാല് നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അപ്പോൾ അവരത് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് അവരവിടെ അതൊക്കെ കഴിച്ച് അവരവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നാരദർ പറഞ്ഞു, എത്ര സ്നേഹമുള്ളൊരു വ്യക്തി, എത്ര വളരെ ഒന്നുമില്ലെങ്കിൽ പോലും അങ്ങയുടെ കൃഷ്ണൻ്റെ ഭക്തയാണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ തക്കതായ അവർക്കെല്ലാം എല്ലാ ഒരു വിനയവും സ്നേഹവും എല്ലാം ഉണ്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം കൊടുക്കണം ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പോഴും കണ്ണൻ അതേ ചിരിയോടെ കണ്ണൻ അപ്പോൾ പറഞ്ഞു, അവരുടെ ആ പശു മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് നാരദൻ ശരിക്കും സ്തംഭിച്ചു പോയി. നാരദൻ പറഞ്ഞു, ഇത് എന്താണ് ഭഗവാനെ ഇങ്ങനെയാണോ? നമ്മുടെ ഭഗവാനെ അത്രയും സ്നേഹിക്കുന്ന, ഭഗവാന് വേണ്ടി അത്രയും എല്ലാം ചെയ്ത ആ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ശാപമാണോ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. നാരദർ അത് വല്ലാത്ത വിഷമായി നാരദർക്ക്. അപ്പം ഇങ്ങനൊരു ശാപം കൊടുത്ത് അവർക്ക് ആകെയുള്ള ആ ഒരു സപ്പോർട്ട്, അവരെ ജീവിതത്തിനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നത് ആകെ ആ ഒരു പശുവാണ്. ആ പശുവിൻ്റെ പാലെടുത്ത് വിറ്റിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് അവർ ചെറുതായിട്ടെങ്കിലും അവർ ഭക്ഷണവും കാര്യങ്ങളും അവർ ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നത്. അതുപോലും അവരുടെ നിന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എന്തൊരു ശിക്ഷയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇതിനൊക്കെ ഉത്തരമായിട്ട് കൃഷ്ണൻ നാരദരോട് പറഞ്ഞു, ആ സ്ത്രീ, ആ വയസ്സായ സ്ത്രീ, അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ എപ്പോഴും എന്നെ ഭജിക്കാറുണ്ട്, എൻ്റെ ഭക്തയാണ് അവർ എൻ്റെ ഒരു ശരിയായ ഭക്ത എന്നവരെ വിളിക്കാം. പക്ഷേ ഇവർ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് പ്രായമായി, വയസ്സായി, അടുത്ത് തന്നെ ഇവർക്ക് മരണം ഉണ്ടാവും. വളരെ അധിക ദിവസമൊന്നും ഇനി ജീവിച്ചിരിക്കില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ മരണപ്പെടും. അപ്പോൾ ആ സമയത്ത്, ആ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ ഈ പശുവിനെ, അവർക്ക് ആകെയുള്ളത് ഈ ഒരു പശുവാണ്, ഈ ഒരു പശു മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഇതുള്ളത്. അപ്പോൾ ആ പശുവിനെ പറ്റി അവർക്കൊരു വിഷമം ഉണ്ടാവും. അതിനെന്താവും, അതിനെന്ത് സംഭവിക്കും, ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഈ പശുവിനെ ആര് നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് ഇതിനെ എന്തെങ്കിലും കൊല്ലുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ച് ഇവർക്ക് വളരെയധികം ആ ഒരു വിഷമം ആ സമയത്ത് ഫീൽ ചെയ്യും. ആ സമയത്ത് അവർക്കതിന് മനസ്സിൽ അതിൻ്റെ ഒരു ആദി ഉണ്ടാവും. ആരാണ് ഇത് ഈ പശുവിനെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചിന്തകളായിരിക്കും ഇവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇവർക്ക് ആ ചിന്തകളായിരിക്കും ഈ സ്ത്രീക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുന്ന സമയത്ത് ആ പശുവിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഇവർക്ക് മരണശേഷം ഇവർക്ക് എൻ്റെ അടുത്തേക്ക് വരാനല്ല പറ്റുക, സ്വർഗത്തിലേക്കോ വൈകുണ്ഠത്തിലേക്കോ വരാനല്ല സാധിക്കുക, അവർക്ക് മോക്ഷം കിട്ടില്ല, ഇവർ അടുത്ത ഒരു ജന്മം കൂടി എടുക്കേണ്ടി വരും, അതൊരു പശുവായിട്ട് ഇവർ ജനിക്കേണ്ടി വരും എന്ന് ഭഗവാൻ നാരദരോട് പറഞ്ഞു. അതേസമയം അപ്പോൾ ധനികൻ്റെ കാര്യം എന്താണ് എന്ന് നാരദർ ചോദിച്ചു. ആ ധനികൻ, അയാൾക്ക് ഭഗവാൻ കൊടുത്ത വരം, അയാൾക്ക് കൂടുതൽ പണം ഉണ്ടാവട്ടെ, കൂടുതൽ അയാൾക്ക് പ്രശസ്തി ഉണ്ടാവട്ടെ, അയാൾക്ക് എല്ലാ സമ്പത്തും സ്വത്തും എല്ലാം കൂടുതൽ ഉണ്ടാവട്ടെ എന്ന രീതിക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയാളുടെ ജീവിതത്തിൽ അയാൾ അതിനെപ്പറ്റിയായിരിക്കും അയാൾക്ക് ചിന്ത മുഴുവൻ. അയാളുടെ ചിന്ത ഇപ്പം തന്നെ അത് തന്നെയാണ്, അയാൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം, സ്വത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആ ഒരു ആർത്തി എന്ന് പറയാം, ആ ഒരു ആർത്തി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആണ് അയാളുടെ ലൈഫിൽ. അപ്പോൾ അയാൾ മരണസമയത്ത് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ, അയാളുടെ സ്വത്തും പണവും വിട്ടു പോകുന്ന ആ സങ്കടവും വിഷമവും ഒക്കെ അയാൾക്ക് അതിനെക്കുറിച്ചായിരിക്കും ചിന്ത. ഇയാളുടെ ഈ ഒരു ഉയർച്ചയിൽ അയാൾ കൂടുതൽ എന്നെ മറന്ന് അയാൾ മരിക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കുന്നത് ഈ ഒരു സ്വത്തും പണവും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ ഇനിയൊരു ജന്മം, ആ മരിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ള ചിന്ത, ആർത്തിയോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം, ആർത്തി എന്ന് പറയാം, പണത്തിനോടുള്ള കൊതി എന്ന് പറയാം, അതിൻ്റെ കാരണം കൊണ്ട് ഇയാൾ അടുത്ത ജന്മത്തിൽ ഒരു പാമ്പായിട്ട് ജനിക്കും. ഒരു പാമ്പായിട്ട് ജനിച്ച് അയാൾ നമ്മൾ ഈ എന്താ പറയുക, പണമൊക്കെ വെക്കുന്ന സേഫ് ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി, കാരണം അത് അയാളുടെ താല്പര്യം മുഴുവൻ അതാണ്. സോ അതിനെ ചുറ്റിപ്പറ്റി അയാൾ ജീവിക്കാൻ ശരിക്കും പറഞ്ഞാൽ നശിച്ച ജന്മം എന്ന് തന്നെ പറയാം അല്ലേ, അങ്ങനെ ഒരു ജന്മം അയാൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. മറ്റേ സ്ത്രീയോ, വയസ്സായ സ്ത്രീയാണെങ്കിൽ അവർ മരിക്കുന്ന സമയത്ത് ഈ പശു ആദ്യമേ മരിച്ചു പോയാൽ ഇവരെ പിന്നെ ഈ ലോകത്ത് ഇവർക്ക് പിന്നെ ചിന്ത മുഴുവൻ എന്നെക്കുറിച്ച് മാത്രമായിരിക്കും.
അപ്പോൾ മരിക്കുന്ന സമയത്തും അവരെന്നെ വിളിക്കും, എന്നെ പ്രാർത്ഥിക്കും, എൻ്റെ നാമം അവർ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കും അവരുടെ മരണം സംഭവിക്കാം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർ നേരെ വരുന്നത് എൻ്റെ അടുത്തേക്കായിരിക്കും. അവരുടെ ആത്മാവിന് ഒരു മോക്ഷം കിട്ടും. ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇതൊരു ശരിക്കും ലോ ഓഫ് നേച്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇതൊരു സിദ്ധാന്തമാണ്. നമ്മൾ മരണസമയത്ത് ഏറ്റവും അധികം നമ്മൾ എന്തിനോടാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, എന്തിനോടാണോ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ആസക്തി വെച്ച് പുലർത്തുന്നത്, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ മരണസമയത്ത് ചിന്തിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഈ 2 കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരണസമയത്ത് ഭഗവാനെ ഓർത്താൽ, ഭഗവാന്റെ നാമം നമ്മുടെ മനസ്സിൽ വന്നാൽ, ഭഗവാന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾക്ക് ഭഗവത് പാദം പ്രാപിക്കാൻ സാധിക്കും, മോക്ഷം കിട്ടും. അതേസമയം നമ്മൾ മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അതിപ്പോൾ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സാധനമായിക്കോട്ടെ, പണമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് ഇനിയും മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല. വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അത് ആ ജന്മം ഏത് ഭാവത്തിലായിരിക്കും, ഏത് രൂപത്തിലായിരിക്കും നമുക്കറിയില്ല, നമുക്ക് പറയാൻ സാധിക്കില്ല. വീണ്ടും ഒരു ജന്മം എടുത്ത് വീണ്ടും ഈ ഭൂമിയിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ പലതും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വീണ്ടും കഷ്ടപ്പെടാൻ വേണ്ടി ഒരു ജന്മം നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാനെ ഓർക്കാൻ പറയുന്നത്. മരണസമയത്ത് നമ്മളുടെ മനസ്സിൽ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ഓർക്കാതിരിക്കാം എന്ന രീതിയിൽ നമ്മൾ അവനവനെ നമ്മൾ ആ ഒരു രീതിക്ക് ആക്കി കൊണ്ടുവരണം എന്നാണ് പറയാം. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞത് ഇതേ കാര്യമാണ്. എത്രയും നേരത്തെ നമ്മൾ ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ കൂട്ടിയാൽ, നമ്മൾ ഭഗവാന്റെ നാമം, ഭഗവാനെ നിത്യവും സ്മരിച്ച്, നിത്യവും ജപിച്ച്, നാമം ജപിച്ച് നമ്മൾ ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൂടെ ചേർത്ത് വെച്ചാൽ നമ്മൾക്ക് മോക്ഷം കിട്ടാൻ അത്രയും എളുപ്പമായിരിക്കും. ആ മരണസമയത്ത് നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ചിന്തകളിൽ, നമ്മുടെ നാവിൽ ഭഗവാന്റെ നാമം വരാം. അതിനുവേണ്ടി നേരത്തെ തന്നെ പരിശീലിക്കാൻ തുടങ്ങണം. അത് അവസാന നിമിഷം നമ്മളത് ആലോചിച്ച് കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. വയസ്സായിട്ട് എല്ലാം കഴിഞ്ഞ് 60, 60, 70 ആയിട്ട് നമുക്ക് മെല്ലെ ഇരുന്ന് നമുക്കൊരു നാമം ജപിക്കാം, തുടങ്ങാം, പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. നേരത്തെ തന്നെ എത്രയും വേഗം എന്ന് വെച്ച് ജീവിതത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ വേണ്ട എന്നല്ല. നമ്മളുടെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ജീവിതമോ കുട്ടികളോ മക്കളോ ജോലിയോ പണമോ ഇതൊന്നും വേണ്ട, അല്ലെങ്കിൽ ബന്ധങ്ങൾ വേണ്ട, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല, അതൊന്നും സ്ഥായിയായ ഒരു കാര്യങ്ങളല്ല. നമ്മളുടെ ആത്മാവിൻ്റെ മുക്തി, അത് മാത്രമേ നമ്മൾക്ക് നേരത്തെ തന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങാം എന്നുള്ളതാണ്. ഇത് ഭഗവത്ഗീതയുടെ 8ാമത്തെ അധ്യായത്തിൽ 5ാമത്തെ ശ്ലോകം ഞാനിവിടെ പറയാം. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേഭരം യഹ പ്രയാതി സ മദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അതായത് ഇതിൽ പറയുന്നത്, അവസാന കാലത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ആര് ശരീരം ഉപേക്ഷിക്കുന്നു അവൻ എന്നിൽ ലയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത ശ്ലോകത്തിൽ 6ാമത്തെ ശ്ലോകം 8ാമത്തെ അധ്യായത്തിൽ 6ാമത്തെ ശ്ലോകത്തിൽ, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേഭരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിതഃ. അല്ലയോ കുന്തിപുത്ര, മരണസമയത്ത് ഏതേതു ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണ് ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, ആ രൂപത്തെക്കുറിച്ചുള്ള ഭാവനയാൽ അതാത് രൂപത്തിൽ തന്നെ പ്രാപിക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കഥ പ്രകാരം ആ ധനികൻ, അയാൾ സ്മരിക്കുന്നത് പണം, അയാളുടെ ഒരു അത്യാർത്ഥി എന്നുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ അയാൾ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വീണ്ടും പുനർജനിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആ സ്ത്രീ, ആ വയസ്സായ സ്ത്രീ, അവർ ഒരു പശുവിനെ കുറിച്ച് ചിന്തിച്ചതാണെങ്കിൽ അവർക്കൊരു പശുവായിട്ട് ജന്മമെടുക്കേണ്ടി വന്നേനെ. ഇത് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവരെ കയ്യിൽ നിന്ന് ആദ്യമേ ആ പശുവിനെ എടുത്ത് മാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും ഭഗവാനെ പ്രാപിക്കാനും അവർക്ക് സാധിക്കും അതാണ് ഇവിടുത്തെ
പറയുന്നത്. ഒരു ശ്ലോകം കൂടി 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തസ്മാത് സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധ്യച്ച മയ്യർപ്പിത മനോർബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയ. അതുകൊണ്ട് സർവ്വസമയങ്ങളിലും എന്നെ സ്മരിക്കുകയും കർത്തവ്യകർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയും മുഴുവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല. ഭഗവാൻ പറയുന്നത് ഭഗവാനിലേക്ക് പൂർണ്ണ മനസ്സ് അർപ്പിക്കുക, എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മരണശേഷവും ഭഗവാനെ പ്രാപിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്നുള്ളതിൽ സംശയമില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.